ഹോണറിൻ്റെ ഹോണർ മാജിക് VS2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം തിന്നായിട്ടുള്ള അതുപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫോൾഡബിൾ ഫോണാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹോണർ മാജിക് VS2 എന്ന ഫോൾഡബിൾ ഫോണിനെ പറ്റിയിട്ടാണ്. ആദ്യം നമ്മൾ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു ഫോൾഡബിൾ ഫോണിൽ 2 ഡിസ്പ്ലേ വരുന്നുണ്ട്. ഉള്ളിൽ 7.92 ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. 2K റെസൊല്യൂഷൻ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2344x2156 ആണ്. പിന്നെ ഇതിൽ AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിൻ്റെയും 120 ഹെർട്സിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. 9.8:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ 10-bit ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. ഡോൾബി വിഷൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് റൈറ്റ് ഏരിയയിൽ ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇനി പുറത്ത് രണ്ടാമത് വേറൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. പുറത്ത് 6.43 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. AMOLED ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും വരുന്നത്. ഇതിൻ്റെ റെസൊല്യൂഷൻ വരുന്നത് 2376x1060 ആണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ഡിസ്പ്ലേ വരുന്നത്. ഈ ഒരു ഡിസ്പ്ലേയിൽ പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഈ ഡിസ്പ്ലേയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 2500 നിറ്റ്സ് ആണ്. ഈ ഒരു ഡിസ്പ്ലേയിൽ 3840 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 229 ഗ്രാമാണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ ഒരു ഫോണാണ് ഈ ഒരു ഫോൺ. പ്രത്യേകിച്ച് ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പം പൊതുവേ ഫോൾഡബിൾ ഫോൺസിന് ഇതിലും കൂടുതൽ വെയിറ്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. തിക്നെസ്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് വെറും 5.1 mm മാത്രമാണ്. ക്ലോസ് ചെയ്ത് വെക്കുന്ന സമയത്ത് തിക്നെസ് വരുന്നത് 10.7 mm ആണ്. അപ്പം അത്യാവശ്യം വെയിറ്റ് കുറഞ്ഞ തിക്നെസ് കുറഞ്ഞ ഫോണാണ് ഈ ഒരു ഫോൺ എന്നൊക്കെ പറയാവുന്നതാണ് ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ. പിന്നെ ടൈറ്റാനിയം ഹിഞ്ചും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8+ Gen 1 എന്ന പ്രോസസ്സർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ അല്ല, തൊട്ട് മുമ്പുള്ള ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സറാണ്. എന്നാലും അത്യാവശ്യം നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടതാണ്. ഈ ഒരു ഫോൺ ഏകദേശം 80,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോൺസിൻ്റെ കാര്യത്തിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറാണ് എന്ന് തന്നെ പറയാവുന്നതാണ്. 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ തന്നെ 12 GB റാം കൊടുത്തിട്ടുണ്ട്. 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. പിന്നെ 16 GB റാമും 512 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. NFC എന്നുള്ള ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ടെർബോ എക്സ് അതുപോലെ തന്നെ GPU ടെർബോ എക്സ് എന്നീ ഫീച്ചേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Android 13 ബേസ് ആയിട്ടുള്ള മാജിക് സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ ഇതിൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. DTS:X അൾട്രാ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാപിക്സലിൻ്റെ f1.9 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. രണ്ടാമത് 12 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത് 20 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. 2.5x ഒപ്റ്റിക്കൽ സൂമൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 40x സൂമും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 16 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ എടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ 5000 mAh ബാറ്ററിയൊക്കെ വരുന്നുണ്ട്. 66 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പ് വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. വയർലെസ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് വരുന്നില്ല. ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിലല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചൈനീസ് മാർക്കറ്റിലാണ് ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ചൈനീസ് മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുന്നത് 6999 യുവാൻ എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 80,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ പറഞ്ഞിട്ടുള്ള ഫീച്ചേഴ്സ് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് തന്നെ പറയാവുന്നതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഇതൊരു ഫോൾഡബിൾ ഫോണാണ്. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓൺ പേപ്പർ തിരക്കേടില്ലാത്ത ക്യാമറ സ്പെസിഫിക്കേഷനും തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഫോൾഡബിൾ ഫോണാണ് എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യുമ്പോൾ തിരക്കേടില്ലാത്ത ഒരു പ്രോസസ്സറും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആയിട്ടൊക്കെ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുമോ എന്ന് വെച്ചാൽ അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം
പുറത്ത് വന്നിട്ടില്ല. എന്നാലും ചിലപ്പം ഈ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹോണർ ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ അവരുടെ ഫോണുകൾ ലോഞ്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂസിൽ പറയുന്നത് 2024 സ്റ്റാർട്ടിങ്ങിൽ ഹോണറിൻ്റെ ഫോൾഡബിൾ ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തേക്കാം എന്നാണ്. ചിലപ്പം അത് ഈ ഫോൺ ആവാനും ചാൻസ് ഉണ്ട്. കൺഫർമേഷൻസ് ഒന്നുമില്ല. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ന്യൂസുകൾ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഈ ഫോൺ ലോഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വില കുറച്ചും കൂടി കൂടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഈ ഫോണിൻ്റെ വില ഒരു 90,000 അല്ലാന്നുണ്ടെങ്കിൽ 1,00,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരെ എത്തിയേക്കാം. എന്നാൽ കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹോണർ മാജിക് VS2 എന്ന പുതിയൊരു ഫോൾഡബിൾ ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.